ദൈവനാമത്തിന് മഹത്വം. സിയോൻ ഓൺലൈൻ ബൈബിൾ ക്വിസിൻ്റെ മൂന്നാം ദിനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ചില സംശയങ്ങൾ കൂടി മറുപടി തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പല പ്രിയപ്പെട്ടവർക്കും ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട്. ഏത് ഭാഗത്ത് നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന്, പുതിയ നിയമത്തിൽ നിന്നാണോ പഴയ നിയമത്തിൽ നിന്നാണോ എന്ന്. നമ്മുടെ ചോദ്യങ്ങൾ പുതിയ നിയമത്തിൽ നിന്ന് മാത്രമായിരിക്കും. മുൻപ് ചില പാഠഭാഗങ്ങൾ തന്നിരുന്നുവെങ്കിലും ആ ഭാഗത്തു നിന്ന് മാത്രമായിരിക്കില്ല ചോദ്യം. ഓരോ ദിവസവും ചോദിക്കുന്ന ചോദ്യം ഏത് പുസ്തകത്തിൽ നിന്നായിരിക്കുമെന്ന് ഇന്നു മുതൽ പറയുന്നതായിരിക്കും. പല പ്രിയപ്പെട്ടവരുടെയും അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ സമയത്തിൻ്റെ കാര്യവും പലർക്കും ഒരു സംശയമുണ്ട്. എത്ര മണിവരെ ഉത്തരം അയക്കാമെന്നുള്ളത്. ചോദ്യം ചോദിക്കുന്ന അന്നേ ദിവസം രാത്രി 12 മണി വരെ, ഇന്ത്യൻ ടൈമാണ്, 12 മണി വരെ നമുക്ക് ഉത്തരം അയക്കുവാനുള്ള സമയമുണ്ടായിരിക്കും. നമ്മുടെ ഇന്നലത്തെ ചോദ്യം ദൈവവചന പഠനത്തിനായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് വേഗത്തിൽ തന്നെ ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ യേശുവിനെ ഒറ്റിക്കൊടുത്ത വ്യക്തിയായിരുന്നു യൂദ ഇസ്കറിയോത്ത. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തതിന് ശേഷം കുറ്റബോധമുണ്ടാകുകയും ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ മടക്കി കൊണ്ടുവന്ന് അവരുടെ അടുക്കലേക്ക് എറിഞ്ഞു കളയുകയും ചെയ്തു. എന്നാൽ മഹാപുരോഹിതന്മാർ ഇത് ശ്രീഭണ്ഡാരത്തിലിടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പരദേശികളെ കുഴിച്ചിടുവാൻ കുശവന്റെ നിലം വാങ്ങിയെന്ന് നാം ആ ഭാഗത്ത് വായിക്കുന്നുണ്ട്. ഇത് ഒരു പ്രവചന നിവർത്തീകരണമായിരുന്നു. നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്: മുകളിൽ പറഞ്ഞ ഈ സംഭവം ഏത് പ്രവാചകന്റെ പ്രവചന നിവർത്തീകരണമാണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. മുകളിൽ പറഞ്ഞ ഈ സംഭവം ഏത് പ്രവാചകന്റെ പ്രവചന നിവർത്തീകരണമാണ്? ഇന്നത്തെ ചോദ്യം മത്തായി സുവിശേഷത്തിൽ നിന്നുമാണ്. ഇനി നമുക്ക് ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ഇന്നലത്തെ നമ്മുടെ ചോദ്യം ഇതായിരുന്നു: ഭയവും മഹാസന്തോഷവും ഒരുമിച്ചുണ്ടായതായി പറയപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? അതിൻ്റെ ഉത്തരം ഇതാണ്: മഗ്നക്കാരത്തി മറിയവും മറ്റേ മറിയവും. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. പലരും ആട്ടിടയന്മാർക്കെന്ന് എഴുതിയിട്ടുണ്ട്. അവിടെയൊക്കെയും ആദ്യം ഭയമുണ്ടായി എന്ന് നാം വായിക്കുന്നെങ്കിലും പിന്നീടാണ് മഹാസന്തോഷമുണ്ടായത്, അല്ലെങ്കിൽ ആനന്ദമുണ്ടായത്. ഒരിക്കലും ഭയവും മഹാസന്തോഷവും ഒരുമിച്ചുണ്ടായതായി കാണുന്നില്ല. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി അവർ മടങ്ങിപ്പോയി എന്നാണ്. അപ്പോൾ ഒരേ സമയം അവർക്ക് ഭയവും മഹാസന്തോഷവും ഉണ്ടായിരുന്നു. ഇന്നലത്തെ നമ്മുടെ ഈ ചോദ്യത്തിന് ആദ്യം ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ എൽസി ബോബസ് ആണ്. 7:35 ആയപ്പോഴേക്കും ഉത്തരം അയച്ചിട്ടുണ്ട്. രണ്ടാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഗീത വർഗീസ് ആണ്. 7:36 ആയപ്പോഴേക്കും ഉത്തരം അയച്ചിട്ടുണ്ട്. മൂന്നാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ സോന ജസ്റ്റിൻ. 7:37 ആയപ്പോഴേക്കും ഉത്തരം അയച്ചിട്ടുണ്ട്. ശരിയുത്തരം അയച്ച മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും 2 മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്.